എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശൃംഖലി. ഇന്ന് നമ്മൾ മറ്റൊരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ കഥ മധ്യപ്രദേശിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ താമസിക്കുന്ന ചന്ദ്രേഷ്, അവൻ ജനിച്ചത് ഒരു പിന്നോക്ക സമൂഹത്തിലാണ്. ആളുകൾ അവന്റെ സമൂഹത്തെ വളരെ പിന്നോക്കമാണെന്ന് പറയുകയും അവരെ തുല്യരായി കാണാറില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ചന്ദ്രേഷ് പഠനത്തിൽ അത്യന്തം മിടുക്കനായിരുന്നു. തന്റെ മാതാപിതാക്കളുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് അവന് വലിയ ആഗ്രഹവും സ്വപ്നവും ഉണ്ടായിരുന്നു. സമൂഹത്തിൽ അവർക്ക് ബഹുമാനം ലഭിക്കണം, മറ്റു മനുഷ്യരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കണം, അംഗീകാരം നേടണം. ഇതെല്ലാം അവൻ ആഗ്രഹിച്ചിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അവൻ വളരെ ബുദ്ധിമാനായിരുന്നു. വളർന്നു കഴിഞ്ഞപ്പോൾ മത്സര പരീക്ഷകളൊക്കെ എഴുതുകയും വിജയിക്കുകയും ചെയ്തു. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയും എഴുതിയപ്പോൾ അതും വിജയിച്ചു. ശേഷം ഒരു മെഡിക്കൽ കോളേജിൽ സീറ്റ് ലഭിച്ചു. അഡ്മിഷനും കിട്ടി. MBBS പഠിക്കാനായി അവൻ ഭോപ്പാലിലേക്ക് പോയി. ചന്ദ്രേഷ് ആ മുഴുവൻ ഗ്രാമത്തിൽ നിന്നും ഉയർന്ന വിദ്യാഭ്യാസത്തിന്, അതും ഡോക്ടർ ആകാനായി മുന്നോട്ട് പോകുന്ന ആദ്യവും ഏക വ്യക്തിയുമായിരുന്നു. അവന്റെ സമൂഹത്തിലെ ആളുകൾ അവനെ കണ്ട് വളരെയധികം അഭിമാനിച്ചു. അവരുടെയും കുട്ടികളോട് ഇത് തന്നെ പറഞ്ഞു: അവനെ പോലെ പഠിക്കണം, നമ്മളെയും എല്ലാവരും ബഹുമാനിക്കണം. നോക്ക്, എത്ര നന്നായിട്ടാണ് അവൻ പഠിച്ചത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ കോളേജിൽ MBBS പഠിക്കാനാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ചന്ദ്രേഷ് ഭോപ്പാലിൽ പഠിക്കാനും പോയി. അവിടെ അവനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവളുടെ പേര് ശ്രുതി. ആദ്യം അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ആ ഒരു സൗഹൃദം പതിയെ പ്രണയമായി മാറി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചന്ദ്രേഷിന്റെ പഠനവും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നു. 3 വർഷം കഴിഞ്ഞു. ഇനി MBBSന്റെ അവസാന വർഷത്തിലാണ്. ഡോക്ടർ ആകാൻ ഇനി 1 വർഷം മാത്രമാണ് ബാക്കി. ചന്ദ്രേഷിന്റെ മാതാപിതാക്കളും ഇതിൽ അതിയായ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അതിനു മുൻപ് 2008 ഓഗസ്റ്റ് മാസം 20 ഒരു സംഭവം ഉണ്ടായി. അന്ന് കോളേജിലെ സീനിയർ ഡോക്ടറായ ഡോക്ടർ സന്തോഷ് ഭോപ്പാലിലെ ഒരു സീനിയർ ഓഫീസർക്ക് ഒരു കത്ത് എഴുതി. ആ കത്തിൽ പറഞ്ഞത്: ഞാൻ അന്ന് ഭോപ്പാലിൽ ഉണ്ടായിരുന്നില്ല, എവിടെയോ പോയിരിക്കുകയായിരുന്നു. തിരികെ വന്നപ്പോൾ ഡ്രൈവർ എന്നോടൊരു കാര്യം പറഞ്ഞു. അന്ന് ആ ഡ്രൈവർ അങ്ങനെ പറഞ്ഞത്, ഈ സന്തോഷ് എന്ന ഡോക്ടറുടെ കാറിൽ ഈ ചന്ദ്രേഷിനെ ഇവൻ എവിടെയോ കൊണ്ടുപോയി. കുറച്ചു ദൂരം പോയപ്പോൾ ഈ ചന്ദ്രേഷ് ഡ്രൈവറോട് ഇവിടെ പോകരുത്, മറ്റൊരു സ്ഥലത്തേക്ക് പോകണം എന്നും പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഒരു സ്ഥലത്തേക്കും വഴി കാട്ടി. അവിടെ എത്തി. ആ സമയമാണ് ഡ്രൈവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയത്. അടുത്ത് തന്നെ ഒരു ശൂന്യമായ പ്രദേശം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ അവിടെ പോയി. തിരികെ വന്നപ്പോൾ അവൻ കണ്ടത് ചന്ദ്രേഷ് കാറിന്റെ ഡിക്കി തുറക്കുകയായിരുന്നു. അവിടെ നിന്നും ഒരു കനത്ത ചാക്കെടുത്ത് അടുത്തുള്ള നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് ആ ചാക്കിനകത്ത് ഒരു മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു. ആ കത്ത് വായിച്ച ഓഫീസർ വല്ലാതെ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് ഇത് വലിയ ആശയക്കുഴപ്പമായി. കാര്യം ഒട്ടും തന്നെ മനസ്സിലാകാത്തതിനാൽ ഉടൻ തന്നെ ഒരു സംഘത്തെയും കൂട്ടി ഈ കത്തിൽ പറഞ്ഞ സ്ഥലത്തേക്ക്, നദിക്കരയിലേക്ക് അന്വേഷണം നടത്താനായി പോയി. അവർ അന്വേഷിക്കുമ്പോൾ ആ നദിയിൽ ഒരു മൃതദേഹം കണ്ടെത്തി. പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അതൊരു സ്ത്രീയാണ്. പേര് ശ്രുതി. അതെ, ചന്ദ്രേഷിന്റെ കാമുകി. അടുത്ത ദിവസം പോലീസ് ചന്ദ്രേഷിനെ അറസ്റ്റ് ചെയ്തു. സ്വന്തം കാമുകിയെ കൊന്നു എന്ന ആരോപണത്തിൽ. ചന്ദ്രേഷ് അറസ്റ്റിലായപ്പോൾ അവന്റെ മാതാപിതാക്കളും സമൂഹവും മുഴുവൻ ഗ്രാമവും തകർന്നുപോയി. ഒരിക്കൽ അവർക്ക് അഭിമാനമായിരുന്ന ഒരു വ്യക്തി, ഡോക്ടർ ആകാൻ പോകുന്ന ആദ്യ വ്യക്തി, ഇപ്പോൾ ഒരു കൊലക്കേസിൽ പ്രതിയായി മാറി. അവന്റെ മാതാപിതാക്കളുടെയും ഗ്രാമത്തിലെ എല്ലാവരുടെയും എല്ലാ സ്വപ്നങ്ങളും ഒരുമിച്ച് തകർന്നു. അവരുടെ ആ സമൂഹത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ കാഴ്ചപ്പാട് തന്നെ മാറും. അവരുടെ കുട്ടികളും ചന്ദ്രേഷിനെ പോലെ പഠിച്ചു മുന്നേറുമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ അവരുടെ ആ സ്വപ്നമെല്ലാം ഇപ്പോൾ പൂർണ്ണമായും തകർന്നുപോയി. പോലീസ് ചന്ദ്രേഷിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ജയിലിലും അടച്ചു. അവന്റെ പേരിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കോടതി അവസാനം വിധി പ്രഖ്യാപിച്ചു. കോടതിയുടെ അഭിപ്രായത്തിൽ ചന്ദ്രേഷ് തന്റെ പ്രണയിനിയെ കൊന്നതാണ്. അതിനവന് ജീവപര്യന്തം തടവ് വിധിച്ചു. കേസിങ്ങനെ നീളുന്നതിനിടെ 2009 ലോവർ കോടതിയും സന്തോഷിന് ആജീവനാന്ത തടവ് ശിക്ഷ തന്നെയായിരുന്നു കൊടുത്തത്. ചന്ദ്രേഷ് ഈ വിധി കേട്ട് സത്യത്തിൽ തകർന്നുപോയി. അവന്റെ കുടുംബവും ഗ്രാമവാസികളും അതീവ ദുഃഖത്തിലായിരുന്നു. എല്ലാവർക്കും അപ്പോൾ വരെയും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ചന്ദ്രേഷ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളെ അല്ല. ഡോക്ടർ ആകാനുള്ള അവന്റെ ആ സ്വപ്നം അതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അവസാനിച്ചത്? അങ്ങനെ ചന്ദ്രേഷ് ആഴത്തിലുള്ളൊരു മാനസിക ആഘാതത്തിലേക്ക് തന്നെ വീണു. എന്നാൽ അവൻ തളർന്നില്ല. ചില സമയത്തിന് ശേഷം അവൻ ആ മാനസിക സംഘർഷത്തിൽ നിന്നും പതിയെ പുറത്തേക്ക് വന്നു. എന്നിട്ട് ലോവർ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കേസ് ഹൈക്കോടതിയിലേക്ക് പോയി.
പക്ഷെ ഹൈക്കോടതി വിധി പറയാൻ പതിവ് പോലെ തന്നെ ഒരുപാട് സമയമെടുത്തു. ഒരുപാടെന്ന് പറയുമ്പോൾ വർഷങ്ങളോളം ഹിയറിംഗ് നീണ്ടു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ പോയി. അവസാനം 2022 എത്തി. എന്നാൽ 2022 ഏകദേശം 13 വർഷമായിരുന്നു ചന്ദ്രേഷ് ജയിലിൽ കഴിഞ്ഞത്. 2022 മെയ് മാസം 9 മധ്യപ്രദേശ് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിയിൽ കോടതി പറഞ്ഞത് ചന്ദ്രേഷ് പൂർണ്ണമായും നിരപരാധിയാണ്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ശ്രുതിയെ കൊലപ്പെടുത്തിയിട്ടില്ല. അവനെ ജാമ്യത്തിൽ വെറുതെ വിടുന്നു എന്ന്. കോടതി വീണ്ടും പറഞ്ഞത് ഈ കേസിൽ പോലീസ് നടത്തിയ അന്വേഷണം പൂർണ്ണമായും തെറ്റായിരുന്നു. സാക്ഷികളെ അവതരിപ്പിച്ച രീതി പോലും തെറ്റായിരുന്നു. ചന്ദ്രേഷ് ഒരു കൊലയാളിയല്ല. കൃത്യമായി തെറ്റായി അവനെ കുടുക്കുകയായിരുന്നു. പോലീസ് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവരിൽ ചില യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതുപോലെയാണ് തോന്നിയത്. ഈ എല്ലാ കേസും ആശ്രയിച്ചത് ഒരൊറ്റ സാക്ഷിയെ, ഡോക്ടർ സന്തോഷിന്റെ മൊഴിയെ മാത്രമായിരുന്നു. ഡോക്ടർ പറഞ്ഞത് തന്റെ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു എന്ന്, അതായത് ചന്ദ്രേഷ് ഒരാളെ കൊന്ന് നദിയിലേക്ക് എറിഞ്ഞു എന്ന്. അതിനെ മാത്രം അടിസ്ഥാനമാക്കി പോലീസ് ചന്ദ്രേഷിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു, കോടതിയിലും ഹാജരാക്കി. പൂർണ്ണമായി 13 വർഷം തടവിൽ വെച്ചു. പക്ഷേ ഹൈക്കോടതി മുഴുവൻ രേഖകളും പരിശോധിച്ചപ്പോൾ ഒരു വലിയ പിഴവ് കണ്ടെത്തി. പോലീസ് ഒരിക്കലും ഡോക്ടർ സന്തോഷിനെയും ഡ്രൈവറെയും ഒരുമിച്ച് ചോദ്യം ചെയ്തിട്ടില്ലായിരുന്നു. അവരുടെ മൊഴികൾ തമ്മിൽ ഒന്നും ഒത്തുപോകുന്നില്ലായിരുന്നു. പൂർണ്ണമായും വിരോധാഭാസം. ഹൈക്കോടതി ഹിയറിംഗിൽ സന്തോഷിനെയും ഡ്രൈവറെയും വിളിപ്പിച്ചു. ഡ്രൈവറോട് ചോദിച്ചു, പറയൂ, അന്ന് എന്താണ് സംഭവിച്ചത്? ഡ്രൈവർ പറഞ്ഞു, ഞാൻ ബാത്റൂമിലേക്ക് പോവുകയും തിരികെ വന്നപ്പോൾ ചന്ദ്രേഷ് ഒരു ചാക്കെടുത്ത് നദിയിലേക്ക് എറിയുന്നതുമാണ് കണ്ടത് എന്ന്. കോടതി ഇപ്പോൾ ചോദിച്ചു, നീ ആ ചാക്കിനകത്ത് എന്താണ് ഉള്ളതെന്ന് കണ്ടോ എന്ന്. ഇല്ല, ഞാൻ കണ്ടില്ല. നീ അത് തൊട്ടോ, എടുത്തു നോക്കിയോ? അത് മനുഷ്യ ശരീരമായിരിക്കുമോ എന്ന് തിരിച്ചറിയാൻ നീ എന്തെങ്കിലും ചെയ്തോ? ഡ്രൈവർ പറഞ്ഞത്, ഇല്ല, ഞാൻ ഒന്നും ചെയ്തില്ല. ചന്ദ്രേഷ് ഒരാളെ കൊന്നതോ കൊലപാതകം ചെയ്തതോ നീ കണ്ടോ? ഇല്ല. ശേഷം കോടതി ചോദിച്ചു, പിന്നെ നീ മുൻപ് പറഞ്ഞല്ലോ ചാക്ക് വളരെ ഭാരമുള്ളതും അകത്ത് മനുഷ്യ ശരീരം ഉണ്ടായിരുന്നുവെന്നും. ഇതിനാ ഡ്രൈവർ പറഞ്ഞത്, ഇല്ലില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചാക്കിനകത്ത് എന്താണ് എന്നോ അത് ഭാരമായിരുന്നോ എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ എന്തോ എറിഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതോടെ ആദ്യത്തെ വലിയ അസത്യം പുറത്തു വന്നു. ഡോക്ടർ പറഞ്ഞത് വേറെയും ഡ്രൈവർ ഹൈക്കോടതിയിൽ പറഞ്ഞത് വേറെയും. ഒന്നും ഒത്തുപോകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിരുന്നു. ഡ്രൈവറും ചന്ദ്രേഷും പോയതായി പറഞ്ഞ ആ സ്ഥലത്ത് ഒരു ടോൾ പ്ലാസ ഉണ്ടായിരുന്നു. ടോളിൽ വാഹനം കടക്കുമ്പോൾ അകത്ത് എത്ര പേരിയ്ക്കുന്നു എന്ന് രേഖപ്പെടുത്താറുണ്ട്. ആ ദിവസം അവരുടെ കാർ കടക്കുമ്പോൾ ടോൾ സ്ലിപ്പിൽ കാണിച്ചത് വാഹനത്തിൽ 4 പേർ ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം കാറിൽ 4 പേരുണ്ടായിരുന്നുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ പോലീസ് ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല. ആ കാറിലുണ്ടായിരുന്ന മറ്റു 2 പേർ ആരാണെന്ന് കണ്ടെത്താൻ ഒരിക്കൽ പോലും ശ്രമിച്ചില്ല. ഡ്രൈവർ ഉണ്ടായിരുന്നു, ചന്ദ്രേഷ് ഉണ്ടായിരുന്നു, മറ്റ് 2 പേർ. ആ 2 പേർ ആരെന്ന കാര്യം പോലീസ് ഒരിക്കലും അന്വേഷിച്ചില്ല. അതിനെക്കുറിച്ചൊരു രേഖപ്പെടുത്തൽ പോലും നടത്തിയിട്ടില്ല. പോലീസ് നടത്തിയ ഏറ്റവും വലിയ പിഴവുകളിൽ ഒന്നായിരുന്നു ഈ കാർ സംബന്ധിച്ച അന്വേഷണം. അതേ കാറിൽ തന്നെയാണ് പോലീസിന്റെ വാദപ്രകാരം മൃതദേഹം കൊണ്ടുപോയത്. പക്ഷേ ആ കാർ 15 ദിവസത്തിന് ശേഷമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ 15 ദിവസം ചന്ദ്രേഷിനെതിരെ കത്തെഴുതിയ ഡോക്ടർ സന്തോഷിന്റെ കൈവശമായിരുന്നു ആ കാർ. 15 ദിവസം കഴിഞ്ഞ് പോലീസ് ആ കാർ പിടിച്ചെടുത്തപ്പോൾ ആ വാഹനത്തിൽ നിന്നും തെളിവിനായി ഒരു മണ്ണ് പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു നിലയിലായിരുന്നു കാർ ഉണ്ടായിരുന്നത്. ഒരു കൊലപാതക കേസിൽ പോലീസ് ചെയ്യേണ്ട ആദ്യ പ്രവൃത്തിയാണ് കുറ്റസ്ഥലം ഉടൻ തന്നെ സീൽ ചെയ്യുക. തെളിവുകൾ ഒന്നും മായ്ക്കപ്പെടാതിരിക്കാൻ, നശിപ്പിക്കപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ വ്യാജമായി കെട്ടിച്ചമയ്ക്കാതിരിക്കാൻ. പക്ഷെ ഇവിടെ കാർ 15 ദിവസം കഴിഞ്ഞാണ് എടുത്തത്. അത്രയും ദിവസത്തിൽ ആർക്ക് വേണമെങ്കിലും തെളിവുകൾ ഇല്ലാതാക്കാനും പുതിയ തെളിവുകൾ നട്ടുവയ്ക്കാനും ആ കാറിനെ പൂർണ്ണമായി മാറ്റം വരുത്താനും സാധ്യതയുണ്ടായിരുന്നു. ഇതെല്ലാം ഈ കേസിലെ വലിയ പിഴവുകളായിരുന്നു. ഡോക്ടറും ഡ്രൈവറും നൽകിയ മൊഴികൾ ഒന്നും ഒത്തുപോകുന്നില്ലായിരുന്നു. ടോൾ പ്ലാസ സ്ലിപ്പിൽ കാറിൽ 4 പേരുണ്ടെന്നത് വ്യക്തമായിരുന്നു. പക്ഷേ മറ്റ് 2 പേർ ആരെന്ന് പോലീസ് അന്വേഷിച്ചില്ല. കാർ ഉടൻ പിടിച്ചെടുത്തില്ല. 15 ദിവസം കഴിഞ്ഞാണ് കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ തന്നെ തെളിവുകൾ പൂർണ്ണമായും ചിതറിപ്പോയിരുന്നു. ഹൈക്കോടതി മറ്റൊരു കാര്യവും ചൂണ്ടിക്കാട്ടി. സംഭവ ദിവസം ഡോക്ടർ സന്തോഷ് എവിടെയായിരുന്നു? അവൻ മറ്റൊരിടത്തേക്ക് പോയി എന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിയാണോ എന്ന് പോലീസ് ഒരിക്കലും പരിശോധിച്ചില്ല. അന്നത്തെ സമയത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ ആയില്ലേ? പോലീസ് അതുപോലും ചെയ്തില്ല.
കോടതി വീണ്ടും പറഞ്ഞു, ഡോക്ടർ സന്തോഷും അവൻ കത്തെഴുതിയ ആ സീനിയർ ഓഫീസറും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സന്തോഷ് പലപ്പോഴും പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണം എങ്ങനെ നടത്തണം എന്നൊക്കെ പോലീസിന് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അവൻ തൻ്റെ ഡ്രൈവറുടെ വാക്കുകൾ വലിയ രീതിയിൽ അതിശയിപ്പിച്ച് കാണിച്ച് തൻ്റെ സ്വന്തം വാചകങ്ങൾ ചേർത്തെഴുതിയ ഒരു കത്തായിരുന്നു അത്. അതും അന്വേഷണത്തിൽ അവൻ്റെ ഇടപെടലും കൂടുതലായിരുന്നു. ഇതൊക്കെ വളരെയധികം സംശയകരമാണെന്ന് കോടതി വ്യക്തമാക്കി. ഇതൊക്കെ ഉണ്ടായിട്ടും പോലീസ് ഒരിക്കലും സന്തോഷിനെ ശരിക്കും ചോദ്യം ചെയ്തില്ല. കേസിന് തുടക്കമിട്ടത് അവൻ്റെ കത്ത് കൊണ്ടാണ്. എന്നിട്ട് കൂടിയും ഇത് പോലീസിന്റെ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ്. പോലീസ് ആശ്രയിച്ച ഏക സാക്ഷിയായ ഡോക്ടർ സന്തോഷിനെ തന്നെ ശരിയായി അന്വേഷിച്ചിരുന്നെങ്കിൽ അവനെയും സംശയ പട്ടികയിൽ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷേ പോലീസ് ഒന്നും ചെയ്തില്ല. സന്തോഷിന്റെ വാക്കുകൾ മാത്രം അന്ധമായി വിശ്വസിച്ചു. പോലീസ് അന്വേഷിക്കേണ്ട, ചോദിക്കേണ്ട ഏറ്റവും ലളിതമായ ചോദ്യം പോലും അവർ ചോദിച്ചില്ല. ചന്ദ്രേഷ് എന്തിന് ശ്രുതിയെ കൊന്നു? അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുകയായിരുന്നു. പിന്നെയും എന്തിനവൻ കൊലപാതകം ചെയ്തു? ഇതവർ അന്വേഷിച്ചില്ല. ഹൈക്കോടതി വീണ്ടും പറഞ്ഞത്, ഒരു നിരപരാധി ഇത്രയും വർഷം ജയിലിലടച്ചു. അവൻ്റെ ഡോക്ടർ ആകാനുള്ള സ്വപ്നം തകരാനിടയായി. അവൻ്റെ സമൂഹത്തിലെ സ്വപ്നവും അവൻ്റെ മാതാപിതാക്കളുടെ ആശയും എല്ലാം തകർന്നുപോയി. എല്ലാം പോലീസ് നടത്തിയ മൂല്യരഹിതമായ അന്വേഷണത്തിന്റെ ഫലം മാത്രമാണ്. ഇതിന് കോടതി നിർദ്ദേശിച്ചത് സന്തോഷിന് നഷ്ടപ്പെട്ട 13 വർഷങ്ങൾക്ക് സംസ്ഥാനം ഉത്തരവാദികളാണ്. അവൻ ഡോക്ടർ ആവുകയും വർഷങ്ങളോളം ശമ്പളം ലഭിക്കുകയും ചെയ്തേനെ. ആ നഷ്ടപരിഹാരമായി മധ്യപ്രദേശ് സർക്കാർ 42 ലക്ഷം രൂപ 9% പലിശ സഹിതം അവന് നൽകണം എന്ന് ഉത്തരവിട്ടു. അങ്ങനെ ചന്ദ്രേഷ് ജയിൽ മോചിതനായി. അവൻ പറഞ്ഞത്, എനിക്കുണ്ടായിരുന്ന സ്വപ്നം, ഡോക്ടർ ആകാനുള്ള സ്വപ്നം ഞാൻ ഇപ്പോഴും നിറവേറ്റും, അതെന്ത് വില കൊടുത്തു. ഇപ്പോൾ ചന്ദ്രേഷ് സ്വതന്ത്രനാണ്. പക്ഷെ ഒരു വലിയ ചോദ്യം അവിടെയും അവശേഷിക്കുന്നു. ഇന്നും അതിന് ഉത്തരം കാത്തിരിക്കുകയാണ്. ശ്രുതിയെ കൊന്നത് ആരാണ്? എന്തിനു കൊന്നു? യഥാർത്ഥ കുറ്റവാളി ആരാണ്? ഇന്നുവരെയും ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ യഥാർത്ഥ കുറ്റവാളി 15 വർഷത്തിലേറെയായിട്ടും സ്വതന്ത്രനായി നടക്കുന്നു. സത്യത്തിൽ ഈ സത്യമായ അന്വേഷണവും നീതിയും വൈകിയാൽ ഒരാളുടെ മുഴുവൻ ജീവിതവും നശിപ്പിക്കാനാകും. നിയമവും അന്വേഷണവും തെറ്റായ പാത പിന്തുടർന്നാൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും കുറ്റവാളികൾ സ്വതന്ത്രരാവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഒരു തെറ്റായ ആരോപണം പോലും ഒരാളുടെ സ്വപ്നങ്ങളെയും ഭാവിയെയും പൂർണ്ണമായി തകർക്കാൻ കഴിയും. ചന്ദ്രേഷ് പോലൊരു പ്രകാശമുള്ള ഭാവി തെറ്റായ കത്ത് മൂലം 13 വർഷത്തേക്കാണ് ഇരുട്ടിലായത്. മൂന്നാമത്തെ കാര്യം, നിരപരാധിക്ക് നേരെയുണ്ടായ അനീതിക്കെതിരെ പോരാടുന്നത് ഒരിക്കലും നിർത്തരുത്. ചന്ദ്രേഷിന്റെ സഹനം, ധൈര്യം, പ്രതീക്ഷ ഇതെല്ലാം ഒടുവിൽ അവനെ നിരപരാധി എന്ന് തെളിയിച്ചു. നാലാമത്തെ കാര്യം, യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ഉത്തരവാദിത്വം സമൂഹത്തിൻ്റെയും വ്യവസ്ഥിതിയുടെയുമാണ്. അവരെ കണ്ടെത്താതെ ഒരു കേസ് ഇങ്ങനെ അടച്ചു പൂട്ടരുത്. അപ്പോൾ ആ നീതി ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. അഞ്ചാമത്തെ കാര്യം, ആരെയും നിങ്ങളുടെ സ്വപ്നം അങ്ങനെ തകർക്കാൻ അനുവദിക്കരുത്. ജീവിതം തകർന്നു പോയിട്ടും ചന്ദ്രേഷ് പറഞ്ഞു, ഡോക്ടർ ആകാനുള്ള എൻ്റെ സ്വപ്നം ഞാൻ നിറവേറ്റും. ഇതാണ് യഥാർത്ഥ ശക്തി. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.